സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവ ചേർന്നുള്ള വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് UK. ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സർവകലാശാലകൾ തുടങ്ങി വിദേശീയരെ ആകർഷിക്കുന്ന രീതിയിൽ നിരവധി കാഴ്ചകളാണ് UKയിലുള്ളത്. കൂടാതെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് UK. എന്നാൽ 2024 ജൂൺ വരെയുള്ള വർഷം 7,28,000 പേർ UKയിൽ എത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 12 മാസത്തെ കണക്കുകൾ നോക്കുമ്പോൾ വൻ കുറവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ താൽക്കാലിക കണക്കുകൾ പ്രകാരം 2024 ജൂൺ വരെ UKയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം 7,28,000 ആയിരുന്നു. എന്നാൽ 2023 ജൂൺ വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 12 മാസത്തിനായി വന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്ന് 20% കുറവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഈ കാലയളവിൽ തന്നെ പുതുതായി എത്തിയ ആളുകളുടെ എണ്ണം 9,06,000 ആയിരുന്നു. ഇത് മുൻകണക്കായ 7,40,000 വളരെ കൂടുതലാണ്. 2024 ജൂൺ വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും താമസിക്കാൻ ആഗ്രഹിക്കുന്ന 1.2 ദശലക്ഷം ആളുകൾ UKയിൽ എത്തിയതായി ONS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 4,79,000 പേർ UK വിട്ടതായും വ്യക്തമാക്കുന്നു. കൂടാതെ ഈ 1.2 ദശലക്ഷം ആളുകളിൽ 5% പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു. കൂടാതെ ഇതിൽ 10% പേർ യൂറോപ്യൻ പൗരന്മാരുമാണ്. 82% പേർ ജോലി ചെയ്യുന്നവരും 17% പേർ കുട്ടികളുമായിരുന്നു. ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ജോലി സംബന്ധമായ കാരണങ്ങളിൽ എത്തിയവരിൽ 1,16,000-ഉം പഠന സംബന്ധമായ കാരണങ്ങളാൽ എത്തിയവർ 1,27,000-ഉമായിരുന്നു. കൂടാതെ ജോലി സംബന്ധമായ കാരണങ്ങളാൽ എത്തിയവരിൽ 1,16,000-ഉം പഠന സംബന്ധമായ കാരണങ്ങളാൽ എത്തിയവരിൽ 1,27,000-ഉം ഇന്ത്യക്കാരായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വിദേശീയരുടെ എണ്ണം കുറയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കാം. ഇനി വിദ്യാർത്ഥി ബിരുദാനന്തര വിസകൾക്കുള്ള UKയിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. 2024 ഡിസംബറിൽ 3,93,125 വിദ്യാർത്ഥി വിസകൾ വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകിയതായി ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 12 മാസ കാലയളവിനെ അപേക്ഷിച്ച് ഇതിൽ 14% കുറവാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോഴും 2019 അപേക്ഷിച്ച് ഏകദേശം 50% കൂടുതലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേറ്റ് വിസയിൽ ജോലി ചെയ്യാൻ 2 വർഷവും ഡോക്ടറൽ ബിരുദമുള്ളവർക്ക് 3 വർഷവും UKയിൽ താമസിക്കാം. UK വിസ അപേക്ഷകൾക്കുള്ള ശമ്പള നിയമങ്ങൾ മാറിയതിന് കാരണമുണ്ടോ? ഇത് വിദേശീയരെ ബാധിച്ചോ എന്നറിയാം. UKയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മിക്ക ആളുകളും ഇപ്പോഴും പോയിന്റ് അധിഷ്ഠിത സംവിധാനമായ PBS വഴി വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ 2024 ഏപ്രിൽ 11 മുതൽ അവർക്ക് ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി ഓഫർ ആവശ്യമായി വന്നു. അപ്പോഴാണ് അപേക്ഷകർ കുറഞ്ഞത് 38,700 പൗണ്ട് സമ്പാദിക്കണം എന്നത് അറിയുന്നത്. എന്നാൽ മുന്നേയുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പളം 26,200 പൗണ്ടിൽ നിന്ന് ഏകദേശം 50% വർധനവാണ് പിന്നീട് രേഖപ്പെടുത്തിയത്. അതേസമയം ആരോഗ്യം, സാമൂഹിക പരിപാലനം, ദേശീയ ശമ്പള സ്കെയിലുകളിലെ അധ്യാപകർ തുടങ്ങിയ ചില ജോലികൾക്ക് ഈ ഒരു പരിധി ബാധകമല്ല. കൂടാതെ 2022 UKയിലേക്ക് വരാൻ അർഹതയുള്ള 3 ലക്ഷം ആളുകൾക്ക് ഇനി യോഗ്യത ലഭിക്കില്ലെന്ന പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ കൺസർവേറ്റീവ് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലെവർലി അറിയിച്ചു. തുടർന്ന് UKയിലെ നിരവധി മേഖലയിൽ വൻ തൊഴിലാളി ക്ഷാമം രൂപപ്പെട്ടു. തുടർന്ന് ആ സമയത്താണ് CBI, റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവയുൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ UKയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ഈ മാറ്റങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്തൊക്കെയാണ് ഇനി ഫാമിലി വിസ നിയമങ്ങൾ എന്നറിയാം. ബ്രിട്ടീഷ് പൗരനായ ഒരു ബന്ധുവിനോടൊപ്പമോ അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ UKയിൽ തങ്ങാൻ അവകാശമുള്ള ഒരാളോടൊപ്പമോ താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി വിസ അത്യാവശ്യമാണ്. 2024 ഡിസംബറിൽ 86,000 കുടുംബ വിസകൾ അനുവദിച്ചതായി ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് 2023 അപേക്ഷിച്ച് 7% കൂടുതലാണ്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ജീവിത പങ്കാളി, കുട്ടി, രക്ഷിതാവ്, നിങ്ങൾക്ക് ദീർഘകാല പരിചരണം നൽകുന്ന ബന്ധു തുടങ്ങിയ ആളുകൾക്ക് ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കാം. അതിന് ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനം ആവശ്യമാണ്. നിങ്ങൾ UKയിൽ താമസിക്കാൻ പോകുന്ന ബന്ധു ഏറ്റവും കുറഞ്ഞ വരുമാന പരിധി പാലിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നിർബന്ധമാണ്. കൂടാതെ കുത്തനെയുള്ള വർധനവും വിദേശീയർക്ക് ഒരു പ്രശ്നമായിരുന്നു. ഇങ്ങനെയാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൂടാതെ പോയിന്റ് അധിഷ്ഠിത സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം.
സ്കിൽഡ് വർക്ക് വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർക്ക് 70 പോയിന്റുകൾ ആവശ്യമാണ്. ഇത് 5 വർഷം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. കൂടാതെ കുറഞ്ഞ നൈപുണ്യ നിലവാരത്തിന് മുകളിലുള്ള ജോലി ഓഫർ ലഭിക്കുന്നതിനും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും നിങ്ങൾക്ക് 50 പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ബ്രെക്സിറ്റ് കുടിയേറ്റത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തിയത് എന്നുകൂടെ അറിയാം. ബ്രെക്സിറ്റിന് മുൻപ് യൂറോപ്യൻ യൂണിയൻ UK പൗരന്മാർക്ക് വിസ ആവശ്യമില്ലാതെ ഏത് യൂറോപ്യൻ യൂണിയൻ രാജ്യത്തും താമസിക്കാനോ ജോലി ചെയ്യാനോ പഠിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ 2021 ജനുവരി 1 UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയതോടെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം അവസാനിച്ചു. പിന്നീട് 2024 ജൂൺ വരെയുള്ള 12 മാസങ്ങളിൽ യൂറോപ്യൻ ഇതര പൗരന്മാരുടെ മൊത്തം കുടിയേറ്റം വരുന്നവരും പോകുന്നവരും തമ്മിലുള്ള വ്യത്യാസം 8,45,000 ആയിരുന്നു. ഇങ്ങനെയാണ് ONS കണക്കുകൾ വ്യക്തമാക്കുന്നത്.